നീളമുള്ള കൈകാലുകളില്ലാത്ത മാംസഭോജികളായ ഉരഗങ്ങളാണ് പാമ്പുകൾ. കൂടുതൽ ആളുകളും എക്കാലത്തും ഭയപ്പെടുന്ന ജീവികളാണിവ. ഇക്കൂട്ടത്തിൽ കൊടും വിഷമുള്ളവയുമുണ്ട്, തീരെ വിഷമില്ലാത്തവയുമുണ്ട്. ഇതുവരെ പാമ്പുകളുടെ 3000-ലധികം സ്പീഷീസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സിനിമകളിലൂടെ എല്ലാവർക്കും തന്നെ പരിചിതമായ അനക്കോണ്ട. അനാക്കോണ്ട എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് സിനിമയിലെ കൊടും ഭീകരകാരികളായ ഭീമാകാരമായ പാമ്പിനെയാണ്. എന്നാൽ സിനിമയിൽ കാണുന്നത്ര ഭീകരകാരികളല്ല ഇവർ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിലൊന്നാണ് ഗ്രീൻ അനാക്കോണ്ടകൾ. ഇവയ്ക്ക് 6 മീറ്റർ മുതൽ 9 മീറ്റർ വരെ നീളമാണുള്ളത്. ഏറ്റവും കൂടുതൽ ഭാരമുള്ളതും നീളമുള്ളതുമായ അനാക്കോണ്ടകളാണിവ. ഇവയ്ക്ക് ഏകദേശം 250 കിലോഗ്രാം വരെ ഭാരമാണുള്ളത്. സൗത്ത് അമേരിക്കയിലാണ് ഇവയുടെ ജന്മദേശം. പ്രധാനമായും കൊളംബിയ, ബ്രസീലിലെ ആമസോൺ റിവർ, വെനസ്വേല എന്നിവിടങ്ങളിൽ ഇവയെ ധാരാളമായി കാണാം. അനാക്കോണ്ടകൾ ഏകദേശം 3 മുതൽ 4 വയസ്സ് വരെ പ്രായമാകുമ്പോൾ ഇണചേരാൻ ആരംഭിക്കുന്നു. ഫിമെയിൽ അനാക്കോണ്ടകൾ മെയിൽ അനാക്കോണ്ടകളെക്കാളും വലുതാണ്. ഇണചേർന്നതിന് ശേഷം പെൺചിലന്തികൾ ആൺചിലന്തികളെ കൊന്നു ഭക്ഷിക്കുന്നതായി നമുക്കറിയാം. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇണചേർന്നതിന് ശേഷം ഫിമെയിൽ അനാക്കോണ്ടകൾ മെയിൽ അനാക്കോണ്ടകളെ ഭക്ഷിക്കാറുണ്ട്. അപൂർവമായാണ് ഇത് നടക്കുന്നത്. ഗർഭകാലത്ത് ഇരതേടൽ കുറയ്ക്കാനാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത്. 7 മാസക്കാലമാണ് അനാക്കോണ്ടകളുടെ ഗർഭകാലം. മെയിൽ അനാക്കോണ്ടകൾ ഫിമെയിൽ അനാക്കോണ്ടകളെക്കാളും ചെറുതായതിനാൽ അവയെ എളുപ്പത്തിൽ ഇരയാക്കാൻ സാധിക്കുന്നു. മിക്ക പാമ്പുകളെയും പോലെ അനാക്കോണ്ടകൾ മുട്ടയിടാറില്ല. അവ പ്രസവിക്കുകയാണ് ചെയ്യാറുള്ളത്. പ്രസവത്തിൽ 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 2.5 അടി വരെ നീളമാണുള്ളത്. ജനിക്കുമ്പോൾ തന്നെ നീന്താനും സ്വയം പ്രതിരോധിക്കാനും ഇവയ്ക്ക് കഴിയും. അവസരം കിട്ടിയാൽ അമ്മ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നതായും കണ്ടുവരുന്നു. അനാക്കോണ്ടകൾ കൂടുതൽ സമയവും വെള്ളത്തിലാണ് ചിലവഴിക്കുന്നത്. ഇതിൻ്റെ തല പരന്നതാണ്. ഇവയുടെ തല മാത്രം വെള്ളത്തിന് മുകളിൽ കാണുന്ന രീതിയിലാണുള്ളത്. വെള്ളത്തിൽ നീന്തുമ്പോൾ കാണാനും ശ്വസിക്കുന്നതിനും അവയുടെ മൂക്കും കണ്ണുകളും തലയുടെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. അനാക്കോണ്ടകൾക്ക് വിഷമില്ല. പെരുമ്പാമ്പുകളെ പോലെ ഇരകളെ വരിഞ്ഞു മുറുക്കിയാണ് ഇവ കൊല്ലുന്നത്. പ്രജനന കാലങ്ങളിലൊഴികെ സ്വന്തം വേട്ടയാടൽ പ്രദേശങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒറ്റപ്പെട്ട ജീവികളാണ് അനാക്കോണ്ടകൾ. ഇരയെ പിടിക്കുന്നതിനായി ഇവയുടെ ശക്തമായ താടിയെല്ലുകൾ ഉപയോഗപ്പെടുത്തുന്നു. പിന്നീട് വരിഞ്ഞു മുറുക്കി ഇരയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു വലിയ അനാക്കോണ്ടയ്ക്ക് മനുഷ്യനെ തിന്നാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അനാക്കോണ്ടകൾ മനുഷ്യനെ ഭക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാൻ, വലിയ പക്ഷികൾ, ക്യാപബാഴ, കെയ്മൻസ്, വലിയ മൃഗങ്ങൾ എന്നീ ജീവികളെയെല്ലാം ഒരു പ്രായപൂർത്തിയായ അനാക്കോണ്ട ഭക്ഷിക്കുന്നു. മത്സ്യം, ചെറിയ പക്ഷികൾ എന്നിവയൊക്കെയാണ് ചെറിയ അനാക്കോണ്ടകളുടെ ഭക്ഷണം. ഇതുവരെ അനാക്കോണ്ടകളുടെ 4 സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീൻ അനാക്കോണ്ട, യെല്ലോ അനാക്കോണ്ട, ഡാർക്ക് സ്പോട്ടഡ് അനാക്കോണ്ട, ബൊളീവിയൻ അനാക്കോണ്ട എന്നിവ. ഏറ്റവും വലുതും അറിയപ്പെടുന്നതുമായ അനാക്കോണ്ട സ്പീഷീസാണ് ഗ്രീൻ അനാക്കോണ്ടകൾ. അതിൻ്റെ പേര് പോലെ തന്നെ ഇവയ്ക്ക് പച്ചയും തവിട്ടും കലർന്ന നിറമാണുള്ളത്. ഇതിൻ്റെ ശരീരം വളരെ വലുതായതിനാൽ അത് വളരെ സാവധാനത്തിൽ ഭക്ഷണം ദഹിപ്പിക്കുകയും വളരെ സാവധാനത്തിൽ നീങ്ങുകയും ചെയ്യുന്നു. ഗ്രീൻ അനാക്കോണ്ടകളുടെ ഇഷ്ടപ്പെട്ട ആവാസ കേന്ദ്രം ചതുപ്പു നിലങ്ങളാണ്. കരയിൽ ഇവർ മന്ദഗതിയിലാണ് നീങ്ങുന്നതെങ്കിലും വെള്ളത്തിൽ ഇവയ്ക്ക് വളരെ വേഗത്തിൽ നീന്താൻ കഴിയുന്നു. വെള്ളത്തിനാണ് ഇവർ ഇരയെ കൂടുതലും വേട്ടയാടുന്നത്. അവയുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള താടിയെല്ലുകൾ അവയുടെ തലയേക്കാൾ വലിയ ഇരകളെ ആഹാരമാക്കാൻ ഇവയെ സഹായിക്കുന്നു. അടുത്ത സ്പീഷീസാണ് യെല്ലോ അനാക്കോണ്ടകൾ. ഇവയെ പരഗ്വയൻ അനാക്കോണ്ട എന്നും പറയാറുണ്ട്. ഇവ വലുതാണെങ്കിലും ഗ്രീൻ അനാക്കോണ്ടകളുടെ അത്ര വലിപ്പമില്ല. 3 മുതൽ 5 മീറ്റർ വരെയാണ് ഇവയുടെ നീളം. 25 കിലോഗ്രാം മുതൽ 50 കിലോഗ്രാം വരെയാണ് ഇവയുടെ ഭാരം. ഇവയ്ക്ക് മഞ്ഞയും തവിട്ടും കലർന്ന നിറമാണുള്ളത്. താഴ്ന്ന തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളുമാണ് ഇവയുടെ ആവാസ കേന്ദ്രങ്ങൾ. അനാക്കോണ്ടയുടെ മറ്റൊരു സ്പീഷീസാണ് ഡാർക്ക് സ്പോട്ടഡ് അനാക്കോണ്ടകൾ. ഇവയ്ക്ക് പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. വൃത്താകൃതിയിലുള്ളതും കടും തവിട്ട് നിറത്തിലുമുള്ള പാടുകളുമുണ്ട്. ഗ്രീൻ അനാക്കോണ്ടകളോട് സാമ്യമുണ്ടെങ്കിലും അവയെ അപേക്ഷിച്ച് ഇവ വളരെ ചെറുതാണ്. ഏകദേശം 1.5 മീറ്റർ മുതൽ 3 മീറ്റർ വരെയാണ് ഇവയുടെ നീളം. ഇതിൻ്റെ ശരീരം വളരെ മെലിഞ്ഞതും വലുപ്പം കുറഞ്ഞതുമാണ്. മറ്റനാക്കോണ്ടകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കരയിൽ കൂടുതൽ വേഗത്തിൽ നീങ്ങാൻ സാധിക്കുന്നു. മറ്റൊരു സ്പീഷീസാണ് ബൊളീവിയൻ അനാക്കോണ്ട. ഇവ ബെനി അനാക്കോണ്ട എന്നും അറിയപ്പെടുന്നു. ഇവ ഗ്രീൻ അനാക്കോണ്ടകളോടും യെല്ലോ അനാക്കോണ്ടകളോടും സാമ്യമുള്ളവയാണ്. പച്ചയും മഞ്ഞയും തവിട്ടും കലർന്ന നിറമാണ് ഇവയ്ക്കുള്ളത്.
ഏകദേശം 3 മുതൽ 5 മീറ്റർ വരെയാണ് ഇവയുടെ നീളം. മറ്റെല്ലാ ജീവികളെയും പോലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇവയും വളരെയേറെ പങ്കുവഹിക്കുന്നു.